GCC കൺട്രീസിലുള്ള എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദീസ് ടു ഷാൽ പാസ് എന്ന് പറഞ്ഞ പോലെ നമ്മളിതും കടന്നു പോകും. ഇന്നത്തെ താരം ദക്ഷിണേന്ത്യയിലെ ഒരു ക്ലാസിക് ഐറ്റമാണ് സാമ്പാർ. എന്തുകൊണ്ടാണ് സാമ്പാറിന് ഈ പേര് വന്നതെന്നറിയുമോ? 17ാം നൂറ്റാണ്ടിൽ തഞ്ചാവൂരിൽ മറാഠ ഭരണകാലത്ത് ഛത്രപതി ശിവജിയുടെ മകനായ സാമ്പാജിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ദാൽ വിഭവത്തിൽ നിന്നാണ് സാമ്പാർ പിറന്നതെന്ന് പറയപ്പെടുന്നു. ഒരു ദിവസം സാധാരണ മറാഠി ദാൽ ഉണ്ടാക്കാൻ വേണ്ട കോക്കം അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു പുളിയാണ്. അത് ലഭ്യമാകാത്തതിനാൽ നമ്മുടെ വാളം പുളി ചേർക്കുന്നു. അതോടുകൂടി അവിടെ പുതിയൊരു രുചി പിറക്കുന്നു. ആ വിഭവം പിന്നീട് സാമ്പാജിയുടെ ആഹാരം എന്ന നിലയ്ക്ക് സാമ്പാറായി പേരെടുക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് ലോക്കലായി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കഥയാണ്. ഇതിൽ തെളിവോ ചരിത്രമോ ഒന്നും ലഭ്യമല്ല. എന്നാലും ദക്ഷിണേന്ത്യ തൊട്ട് ഇങ്ങോട്ട് ഇതൊരു പ്രധാന വിഭവമാണ്. തമിഴ്നാട്ടിൽ കട്ടിയുള്ള ദാൽ ബേസ്ഡ് ആയിട്ടാണ് ഇത് കൂടുതലും കാണുന്നതെങ്കിലും ഇങ്ങോട്ട് കേരളത്തിലോട്ട് കയറുമ്പോൾ നമ്മൾ അത്യാവശ്യം വെജിറ്റബിൾ എല്ലാം ചേർത്ത് കളർഫുൾ ആക്കിയാണ് ഇവനെ തിന്മേശയിലോട്ട് എത്തിക്കുന്നത്. ഇത് സാമ്പാർ മാത്രമല്ല, കുറച്ചു കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ റെസിപ്പിയും കൂടെ നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് സോട്ട് ചെയ്യാത്തതിനാൽ ദീർഘകാലം നിങ്ങൾക്കിത് എയർടൈറ്റ് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കാൻ പറ്റും. ബാച്ചിലേഴ്സിന് ഇത് നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. വേണ്ട വെജിറ്റബിൾ മാത്രം കട്ട് ചെയ്തിട്ട് അളവിനനുസരിച്ച് പൊടി വിട്ട് കുക്കറിൽ 3 വിസിൽ ടപ്പേന്നൊരു മടിയൻ സാമ്പാർ ഉണ്ടാക്കാൻ ഇതിൽ കൂടുതൽ പിന്നെ എന്താ വേണ്ടത്? പിന്നെ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.